ഹലോ ഫ്രണ്ട്സ്, റിയൽ എസ്റ്റേറ്റ് കൊച്ചിൻ SRB എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ വീട് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ ടൗണിനടുത്ത് 10 സെൻറ്റ് സ്ഥലത്ത് 1500 സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഏതാണ്ട് 2 വർഷം പഴക്കമുള്ള ഒരു വീടാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ ടൗണിനടുത്ത് 10 സെൻറ്റ് സ്ഥലത്ത് 1500 സ്ക്വയർ ഫീറ്റിൽ ഗ്രൗണ്ട് ഫ്ലോർ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടും അപ്സ്റ്റെയർ 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടും അത് കൂടാതെ ഒരു സ്റ്റഡി റൂമും കൂടി ചെയ്തിട്ടുള്ള വടക്കോട്ട് ദർശനമായിട്ട് പണിതിരിക്കുന്ന 2 വർഷം പഴക്കമുള്ള ഒരു അടിപൊളി വീടാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത്. ഈ വീട് പണിതിട്ടുള്ളത് നല്ലൊരു റെസിഡൻസ് ഏരിയയിലാണ് ഈ വീട് പണിതിട്ടുള്ളത്. ഏകദേശം ഈ വീട്ടിലേക്കുള്ള റോഡ് മുനിസിപ്പാലിറ്റി ഫ്രണ്ടാണ്, മുനിസിപ്പാലിറ്റി റോഡിൻ്റെ ഫ്രണ്ടിലാണ് ഈ വീട്. ഏതാണ്ട് 5 മീറ്ററോളം വീതിയിലുള്ള ഒരു വൈഡ് റോഡാണ്. അതായത് ഒരു കാർ പാർക്ക് ചെയ്താലും മറ്റു വണ്ടികൾക്ക് സുഖമായിട്ട് കടന്നു വരാവുന്ന രീതിയിൽ വീതിയുള്ള ഒരു റോഡാണ്. മുനിസിപ്പൽ റോഡിൻ്റെ ഫ്രണ്ടായിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ട് വശവും സൈഡിലും ഒരുപാട് സ്ഥലം ഇട്ടുകൊണ്ട് വളരെ ഒതുക്കി ബാക്കിലേക്ക് മാറ്റിയാണ് ഈ വീട് പണിതിരിക്കുന്നത്. വാട്ടർ കണക്ഷനുണ്ട്, അതോടൊപ്പം തന്നെ ബോർവെല്ലുമാണ് ഈ വീടിനുള്ളത്. വടക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീട് പണിതിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ ഗ്രാനൈറ്റാണ് ഇട്ടിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ സൈസ് വന്നിരിക്കുന്നത് 8.6 സിറ്റ് ഔട്ടിൻ്റെ സൈസ് വന്നിരിക്കുന്നത്. ഏകദേശം 2 വർഷം പഴക്കമുള്ള ഒരു വീടാണ്. വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി വീടാണത്. തൃപ്പൂണിത്തുറ ടൗണിൽ തന്നെയാണ് ഈ വീട് പണിതിട്ടുള്ളത്. ഇത് ഈ വീടിൻ്റെ ഡ്രോയിങ് ഹാളാണ്. ഈ ഡ്രോയിങ് ഹാളിൻ്റെ സൈസ് വന്നിരിക്കുന്നത് 20x10 ഈ ഡ്രോയിങ് ഹാളിൻ്റെ സൈസ് വന്നിരിക്കുന്നത്. നല്ല രീതിയിൽ ജിപ്സം വർക്കെല്ലാം ചെയ്ത് ഒരുപാട് ലൈറ്റുകളെല്ലാം ഇട്ടുകൊണ്ട് വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു ഡ്രോയിങ് ഹാളാണ് ഈ വീടിന് ഉള്ളത്. അതോടൊപ്പം തന്നെ ഒരു ഫ്രണ്ടിൽ തന്നെ നല്ല പൂജാമുറിയൊക്കെ ഉണ്ട്. ഇതാണ് ഈ വീടിൻ്റെ ഡൈനിങ് ഹാൾ വന്നിരിക്കുന്നത്. 14x10 ഈ ഡൈനിങ് ഹാളിൻ്റെ സൈസ് വന്നിരിക്കുന്നത്. 14x10 ഡൈനിങ് ഹാളിൻ്റെ സൈസ്. നല്ലൊരു വാഷ് കൗണ്ടറും ഈ ഡൈനിങ് ഹാളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ വീടിൻ്റെ കിച്ചണാണ്. കിച്ചൺ കബോർഡ് ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡിലാണ്. കിച്ചൺ കബോർഡെല്ലാം ചെയ്തിരിക്കുന്നത്. നല്ലൊരു ചിമ്മിനിയും ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കിച്ചൺ കൂടാതെ ഒരു വർക്ക് ഏരിയ കൂടി ഈ വീടിനുണ്ട്. ഗ്രൗണ്ട് ഫ്ലോർ ഒരു ബെഡ്റൂമാണുള്ളത്. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിനുള്ള ബെഡ്റൂം. 10x10 ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിരിക്കുന്നത്. 10x10. സ്റ്റെയറിൽ ഗ്രാനൈറ്റാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ലിവിങ് റൂമിലേക്കാണ് പോകുന്നത്. ഈ ലിവിങ് റൂമിൻ്റെ സൈസ് വന്നിരിക്കുന്നത് 10x12 ഈ ലിവിങ് റൂമിൻ്റെ സൈസ് വന്നിരിക്കുന്നത്. 10x12. അപ്സ്റ്റെയർ 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടും ഒരു സ്റ്റഡി റൂമാണുള്ളത്. ഇത് വീടിൻ്റെ ബാൽക്കണിയാണ്. 8.6 ബാൽക്കണിയുടെ സൈസ് വന്നിരിക്കുന്നത്. 8.6. അപ്സ്റ്റെയർ 2 ബെഡ്റൂമാണുള്ളത്. 2 ബെഡ്റൂമിൻ്റെയും സൈസ് വന്നിരിക്കുന്നത് 10x14 ഈ 2 ബെഡ്റൂമിൻ്റെയും സൈസ് വന്നിരിക്കുന്നത്. അത് കൂടാതെ ഒരു സ്റ്റഡി റൂമും കൂടി ഈ വീടിനുണ്ട്.
ഈ 10 സെൻറ്റ് സ്ഥലത്തിനും 1500 സ്ക്വയർ ഫീറ്റ് ഈ വീടിനും കൂടി ഉദ്ദേശിക്കുന്ന വില 1,75,00,000 രൂപയാണ് ഉദ്ദേശിക്കുന്നത്. ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ്. ഇത് കൂടാതെ ഒരു സ്റ്റെയർ റൂമും കൂടി ഈ വീടിനുണ്ട്. സ്റ്റെയർ റൂമിൻ്റെ വീഡിയോ ഞാനിതിൽ കാണിക്കുന്നില്ല. ഒരു സ്റ്റെയർ റൂമും കൂടി ഇതിലുണ്ട്. 10-14 ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിരിക്കുന്നത്. ഈ ബെഡ്റൂമിൻ്റെ സൈസും 10-14 വന്നിരിക്കുന്നത്. ഇത് കൂടാതെ ഒരു സ്റ്റെയർ റൂം കൂടി ഈ വീടിനുണ്ട്. സ്റ്റെയർ റൂമിലേക്ക് നമ്മളിപ്പോൾ കാണിക്കുന്നില്ല. ഇതാണ് ഈ വീടിൻ്റെ സ്റ്റഡി റൂമായിട്ട് വന്നിരിക്കുന്നത്. ഈ 10 സെൻറ്റ് സ്ഥലത്തിനും 1500 സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി ഉദ്ദേശിക്കുന്ന വില 1,75,00,000 രൂപയാണ്.